ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ RC കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓഫ് റോഡൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടിൽ ഇടണേരിക്കുമോ. അപ്പൊ ഇന്ന് ഞാൻ ഇടണേരിക്കും. അപ്പൊ സെക്കൻഡ് പാർട്ടായിട്ട് ഇത് നമ്മുടെ RC കാർ ഇവിടെ ഓണാക്കി വേണ്ടിയിട്ടാണ് ഓടിച്ചാൽ കേട്ടോ. ഇതിപ്പോ ചാർജ് കുറവാണ് ചെറുതായിട്ട്. ഇനി തുടങ്ങി ലൈറ്റൊക്കെ ചെറുതായിട്ട് മുന്നേ തുടങ്ങി. നമുക്ക് പവർ ഉണ്ടത് കാണിച്ചു തരാം. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ജലദോഷം അടിച്ചെടുത്ത ഇതുപോലെ തന്നെ ഉണ്ട് അല്ലേ? ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഈ ഓഫ് റോഡ് ചെയ്യണ വീഡിയോ കൂടാൻ വരുമ്പോ ഞാൻ ഇടുന്നതായിരിക്കും. കൂടാണ്ട് നമ്മുടെ RC കാറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ടയറിന്റെ ഒരു അതൊക്കെ ഞാൻ ടൈറ്റ് ചെയ്തോളാം മച്ചന്മാരെ. അപ്പൊ നമ്മുടെ എൽദോസ് എന്റെ കാർ വെച്ച് ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ഓഫ് റോഡ് ചെയ്യാൻ പോണേ. വർക്കാം. പിന്നെ ജേഡനും കൂടി ഉണ്ട് കേട്ടോ സഹായം. അപ്പൊ ദേ നമ്മുടെ എൽദോസിനെ ഓടിക്കാൻ നമ്മുടെ വണ്ടിക്ക് അവന്റെ വണ്ടിക്ക് എനിക്ക് ഓടിക്കാൻ തന്നപ്പോ അവന്റെ വണ്ടി അല്ല എന്റെ വണ്ടി അവനൊന്ന് ഓടിക്കട്ടെ. എടാ മുമ്പോട്ട് വയ്ക്കാലോ കേട്ടോ. പോള് മുമ്പോട്ട്. ഇടയ്ക്ക് തെന്നി പോണ്ടല്ലേ. ആ നല്ല പവറാണ് ഇതിന്. കാണാനല്ല അകത്ത് അത്ര റേഞ്ച് കിട്ടുന്നില്ലടാ. പുറത്ത് നല്ലപോലെ പോണ്ട് അല്ലേ? ഇത് 2 വീലല്ലേ, 4 വീലല്ല. ഇതൊക്കെ നല്ല കപ്പാസിറ്റിയാ. പക്ഷെ ആള് വിചാരിക്കണമല്ലേ മണ്ണേരി എല്ലാ ആവശ്യം. അതാണ് ഏറ്റവും കോമഡി. എൽദോസ് ഒരു കോമഡി ആശാനാണ് വെച്ചത്. പിന്നെ ഈ വീഡിയോ ആണെങ്കിൽ പലരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങള് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഇടാണ്ട് ലൈക്ക് ടാർഗറ്റ് 60K ആണ്. ഞാൻ കരുതരുത്. നിങ്ങൾ സമയത്ത് കഴിക്കുന്നുണ്ട്, സമയത്ത് ബാത്റൂമിൽ പോകുന്നുണ്ട്, സമയത്ത് ചോറുന്നുണ്ട്. എന്തായാലും ഓസിനെ കാണുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയിക്കൂടെ ഗൈസ്? പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്താ. പിന്നെ നമ്മുടെ RC കുട്ടപ്പൻ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളിക്കാരന് സീനില്ല. ആ ടയർ ടൈറ്റ് ചെയ്താൽ മതി. ഇവ ജേടൻ എന്ത് ചെയ്തണെന്നറിയോ? RC കാർ ഇങ്ങനെ വലുതാന്ന് വെച്ചോ ഇവരുടെ ഒറ്റ ഇടിയും. എനിക്ക് ദേഷ്യം പിടിച്ച് ഇടിക്കാൻ പോയതാ. പിന്നെ ഇതിന്റെ ചാർജർ മറ്റേ ഫോണിന്റെ കേട്ടോ. ഫോൺ ചാർജർ ആയതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ചാർജ് തീർന്നു പോയാലും നമുക്ക് ചാർജ് ചെയ്യാം. ഫോൺ മേടിക്കും. അതിന്റെ ചാർജർ മിസ്സായി പോയാലും. ഇതാണ് കൂടുതൽ പേര് മേടിക്കണം. എന്താണെന്ന് വെച്ചാൽ ചാർജർ പലരുടെ കാറുകളുടെ മിസ്സായി പോകുന്നുണ്ട്. എന്റെ ഇപ്പൊ തന്നെ 2 RC കാറുടെ പോയി. ഒരു ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യണ ഒരു കാറും പിന്നെ ഒരു RC ജീപ്പിന്റെയും കൂടിയും പോയിട്ട് ഇവിടെ ചെറുതാക്കിയാണ്. പക്ഷെ അതിന്റെ പവറ് ആദ്യം മേടിച്ചപ്പോ എന്റെ ഉടുക്കാത്ത പവർ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പവർ കുറഞ്ഞു പോയി. ഇവിടെ എല്ലാ ആഴ്ചക്കാട്ടും ഇങ്ങനെ പവർ കുറെ നാളെ വരുമ്പോ പവർ കുറഞ്ഞു വരൂലേ? അത് വണ്ടിയുടെ പ്രശ്നമല്ല, എന്റെ ചാർജ് എന്റെ ബാറ്ററിക്ക് പ്രശ്നമായിട്ടാ. അത് ബാറ്ററി മാറ്റി മതി. ബാറ്ററിക്ക് പ്രശ്നം മേടിക്കാന്നൊക്കെ. നിങ്ങളുടെ RC കാറിന്റെ വല്ല എന്താ പവർ കുറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങള് വിഷമിക്കേണ്ട. കാരണം ഇത് മറ്റേ ചാർജ് ബാറ്ററി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ അല്ല അതല്ല ബാക്ക് ടയറിന്റെ വളയ്ക്കുമ്പോ പ്രശ്നം കയറുന്നുണ്ട്. അത് അപ്പച്ചൻ ടൈറ്റ് ചെയ്താന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബാറ്ററി മാറ്റിയിട്ട വണ്ടി പഴയ പോലെ ആവും. ഉണ്ടോ? അതപ്പച്ച ശരിയാക്കി തരാന്ന് പറഞ്ഞോ. അത് വേറെ പരിപാടിയൊന്നുമില്ല. കറക്കി കയറ്റാൻ മതി. ലുക്ക് മാസാണല്ലേ? ലുക്ക് മാസം എന്നെക്കാളും വലിയതല്ലേ ലുക്ക്.
നിന്നെ നമ്മുടെ ഞങ്ങളുടെ പഴയ വീട്ടിൽ സെറ്റ് കെട്ടിക്കാണ്. പഴയ വീടൊന്നും മറക്കാൻ പറ്റൂല. പഴയ വീട് മറക്കൂല. അത്രയും നാൾ നമ്മൾ കളിച്ച് നടന്നതല്ലേ. പിന്നെ ആ വീട്ടിലാണ് കളിക്കാൻ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന പിന്നെ കളിക്കാൻ ആരും ഇല്ല ഇവിടെ. പിന്നെ ഞാനാ അതല്ല നീ പോയി ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞാ പോവില്ലേ? അതറിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ വരും. മറ്റേ വീടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവിടെ കളിക്കാൻ പോവായിരുന്നു. ഇപ്പൊ അതൊന്നും പറ്റൂല. അവരൊക്കെ അറ്റത്താ. എന്റെ കൂട്ടുകാരുകളൊക്കെ അവിടെയാ. കൊറേ പേരുണ്ടായിരുന്നു അവിടെ. അവിടെന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു. അതങ്ങനെയാ. ഇനി ഞാൻ പണ്ട് ഓർമ്മയുണ്ടോടാ, എന്റെ നിന്റെ വീട് അടുത്തായിരുന്നു. നിന്റെ എന്റെ വീടോ? നിന്റെ എന്റെ വീടല്ല, നിന്റെ മാത്രം. എടാ മറ്റേ വീട് ദൂരെയായിരുന്നു. മച്ചന്മാരെ ആ വീടൊന്നും മറക്കാൻ പറ്റൂല. അതുമാതിരിയായിരുന്നു. അവിടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നേല് കളിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്റെ ചാച്ചനൊക്കെ ഞങ്ങൾ കളിക്കാറുന്നു. പിന്നെ നല്ല പോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സമയത്ത് ഞങ്ങൾ യൂസ് ചെയ്ത RC കാറൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എക്സ്മാക്സ് ഒക്കെ. ഇവനോട് വെച്ചോക്ക്. എന്റെ ചേട്ടനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അല്ല അതൊക്കെ വിട്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ നമ്മുടെ മൊബൈല് നാളെയല്ല നമ്മൾ പോണേ എന്റെ വീട്ടിലേക്ക്. ഇല്ല, നാളെ രാവിലെ പോകും. അപ്പൊ ഞങ്ങൾ അവിടത്തെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും നടക്കാൻ പോണൊക്കെ. നീ അവിടെ പോകണ്ട? 2 ദിവസം. നാളെ പോണ വീട് ഞങ്ങളുടെ വീടാ. ഇവന്റെയും പിന്നെ എന്റെ ചേട്ടായുടെയും വീടാണ്. പിന്നെ അവിടെ ഞങ്ങള് കുറച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. മച്ചന്മാരെ സ്റ്റാൻഡ് ഉണ്ടാകട്ടെ. അവിടത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ എൽദോസ് അപ്പൊ തനിച്ചാണ്. നമ്മുടെ എൽദോസ് കുട്ടപ്പൻ അവന് കുറെ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പനി പിടിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് മഴയത്ത് കളിക്കാൻ പോയിട്ട് എന്താ ചെയ്യണ്ടേ? കള്ളപ്പന്നി. കൊച്ചു പിള്ളേരല്ലേ മഴയത്തൊക്കെ കളിച്ചിരിക്കും. അതന്നെ എന്നെ കളിക്കാൻ പറയണ. നമ്മൾ പണ്ടൊക്കെ കളിക്കാൻ പോയിണ്ട് മഴയത്ത്. അല്ല ഇപ്പൊ പിന്നെ കളിച്ചിട്ടില്ലല്ലോ. ഇപ്പം മഴയത്ത് കളിക്കാൻ വിടൂല എന്നെ. ശരിയാണ്. എന്ത് ശരിയാന്ന്? മുത്തിനോട് അങ്ങനെ തുടങ്ങി. പിന്നെ അവിടെ നമ്മൾ നടക്കാൻ പോണ വീഡിയോ ഉണ്ടായിരിക്കും. കളിക്കണ വീഡിയോസ് ഉണ്ടായിരിക്കും. കുറെ നേരത്തെ ഒരു വീഡിയോ ഉണ്ടാവും. അതിൽ 1.5 മണിക്കൂറത്തെ വീഡിയോ ഉണ്ടാവും. പിന്നെ ഗെയിംസ് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജേടാ എൽദോസേ. നിന്നോടല്ല എൽദോസേ. ഇറക്കാണ്ടേ കുറച്ച് മുതലുകളെ ഞങ്ങൾ ഇറക്കും ഗൈസ്. അത് കേട്ടി വീണു. പഴയ മുതലിനെ ഇറക്കി. എവിടെ? ഞാനിപ്പ കാണണ്ട തൽക്കാലത്തേക്ക്. എന്താ ബാറ്ററി ഒക്കെ ഇട്ടു. എവിടെയാ? പറയൂല. സർപ്രൈസാ. ശരി. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കൂല. റെഡാണോ? നീ എന്നെ അവിടെ എത്തുള്ളത്. അതിന് ബോഡിയില്ല കേട്ടോ. ആ ബോഡി ഇവനും എൻ്റെ അനിയനും കൂടി നശിപ്പിച്ചോ ഞാൻ. എൻ്റെ മണ്ടേ കയറി. അത് അതിന്റെ ബോഡിയിൽ ഞങ്ങള് ബാക്ക് സൈഡിൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടൈല് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേറുന്ന ഒന്നും പറ്റാനൊന്നും പോണില്ല. ബോഡിക്ക് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതാണ് പറ്റിപ്പോയെ. കുഴപ്പമില്ല. അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.